ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ. ഈ ദിവസത്തിൽ ഈശോ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയ്ക്ക് വഴിയൊരുക്കുവാനായിട്ട് വന്ന സ്നാപകയോഹന്നാന് ഈശോയെ ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറയുകയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 27-ാം തിരുവചനം. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. സ്നാപക യോഹന്നാനെ എല്ലാവരും വലിയ പ്രവാചകനായിട്ട് കാണുകയാണ്. ജ്ഞാനസ്നാനം നൽകിയാണ്, വലിയ ദൂതാണ്, ഒരു ദീർഘകാലത്തിനു ശേഷം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഒരു പ്രവാചകനാണ്. അപ്പോൾ സ്നാപക യോഹന്നാൻ പറയുകയാണ്, ഞാൻ ഒന്നുമല്ല, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. സ്നാപക യോഹന്നാൻ പറയാണ്, വലിയൊരു വ്യക്തി വരുന്നു, അവന് വഴിയൊരുക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്ന, അവൻ്റെ മുമ്പ് ഞാനൊന്നുമല്ല, എന്നിലേക്കല്ല, നിങ്ങൾ അവനിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ജീവിതത്തിൽ മഹത്വമൊക്കെ കടന്നു വരുമ്പോൾ സ്വയം മഹത്വം ഏറ്റെടുക്കാതെ ക്രിസ്തുവിലേക്ക് മഹത്വം കൈമാറുകയാണ്. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ തന്നിലേക്ക് കേന്ദ്രീകരിക്കാതെ ഈശോയിലേക്ക് വിട്ടുകൊടുക്കാൻ, ഈശോയെ ജീവിതത്തിൽ ചുറ്റുപാടുകൾ അവതരിപ്പിക്കുവാനായിട്ട് സ്നാപകൻ ശ്രദ്ധിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും നിൻ്റെ ജീവിതത്തിൻ്റെ റോളും ഇത് തന്നെയാണ്. ക്രിസ്തുവിനെ സാധിക്കുന്ന രീതിയിലെല്ലാം അവതരിപ്പിക്കുക. അതിനുവേണ്ടി നീ ചെറുതാകണം. അവൻ നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ വലിയവനായിട്ട് വളരുന്നു. അവന് വേണ്ടി നീ നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റിമറിക്കണം. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, നിന്റെ ജീവിതത്തിൽ എടുത്തു കാണിക്കുവാനായിട്ട്, നിന്നെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാനായിട്ട്, എപ്പോഴും നിന്റെ മഹത്വത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടതെല്ലാം നന്മകളും കൃപകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം